വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് 9ാമത്തെ നോമ്പിൻ്റെ വിഷയങ്ങളുമായിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ കാണാൻ റെഡിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ രാവിലെ 3:30 ആയപ്പോൾ എഴുന്നേറ്റ് ഇടിയപ്പം എടുത്ത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ച് എന്താ പറയുക കേടായി പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ഇടിയപ്പവും ചിക്കൻ കറിയൊക്കെ ചൂടാക്കിയിട്ട് ഞാൻ ടേബിളിൻ്റെ പുറത്ത് കൊണ്ട് വെച്ചിട്ട് മക്കളെ വിളിക്കുകയാണ്. അപ്പോൾ ജൂലിയും പിങ്കിയുടെ കിടക്കുന്നുണ്ടോ. അപ്പോൾ എനിക്ക് രാവിലെ കൂട്ട് ജൂലിയും പിങ്കിയാണ് മക്കൾ എഴുന്നേൽക്കുന്നതിന് മുമ്പേ. അപ്പോൾ അങ്ങനെ വന്ന് എല്ലാവരും ഇന്ന് എന്താണ് മാഷാ അല്ലാഹ് ഉറക്കമൊന്നുമില്ല, ഇരുന്ന് കഴിക്കുകയാണ്. പെട്ടെന്നായിരുന്നു ഇന്ന് വിളിക്കാൻ. അതിനുശേഷം സുബൈക്ക് ബാങ്ക് വിളിക്കാൻ വെയിറ്റ് ചെയ്യാണ്. കിച്ചു വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ കമന്ന് കിടക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ഷോപ്പിൽ നിന്ന് വരുന്ന ഈവനിങ്ങിലാണ് കാണിക്കുന്നത്. അപ്പോൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ സാധനം എന്താണെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ, അതെന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെ കഥ തുറന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ജൂലിയും ഇല്ല പിങ്കിയും ഇല്ല. അങ്ങനെ ഞാൻ പിന്നെ നേരെ കൊണ്ടുവന്ന് കിച്ചണിൽ നിസ്കരിച്ചിട്ട് കിച്ചണിലോട്ട് കയറാമെന്ന് വിചാരിച്ചു. കാരണം ഇന്ന് നേരത്തെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇന്ന് 2-3 സ്നാക്സ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്തുവാ നിങ്ങൾ വിചാരിക്കുന്നത്, എന്താ സ്പീക്കറൊക്കെ ഓണാക്കി വെച്ച് മൊബൈലിൽ കാണുന്നതല്ലേ. ഞാൻ ബഹള് കേൾക്കുകയാണ് കേട്ടോ. ഒരു ഉസ്താദിൻ്റെ ബഹള് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും കേട്ടോണ്ട് നമുക്ക് ജോലിയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെയ്യാമല്ലോ. അപ്പോൾ അതും ഞാൻ സ്പീക്കറിൽ ഇങ്ങനെ ഓണാക്കി വെച്ചേക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഓർത്ത് ആദ്യം നമുക്ക് സവാള വട ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കടലമാവ് വെച്ച് സവാള വട ഉണ്ടാക്കാൻ വേണ്ടി എല്ലാം കുഴച്ച് വെക്കുകയാണ്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തോ ഒരു ഐഡിയ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ബ്രെഡ് അവിടെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ബ്രെഡ് വെച്ച് ബ്രെഡ് പൊരിച്ചാലോ കടലമാവി മുക്കി പൊരിച്ചാലോ വെച്ചാൽ അത് റെഡിയാക്കി വെച്ചു. അങ്ങനെ ഓരോന്നോരോന്ന് ചെയ്യണം. അപ്പം ഞാൻ ഓർത്തു എന്നും മക്കൾക്ക് ഞാൻ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് നേരത്തെ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ഒരുപാട് ടൈം ഉണ്ട് ഇന്ന് ചെയ്യാൻ. അപ്പോൾ നേരത്തെ ഷോപ്പിൽ നിന്ന് വന്ന കാണാൻ സമയമുള്ളത് കാരണം അപ്പോൾ എൻ്റെ കൈ വെച്ച് ഉണ്ടാക്കി കൊടുക്കും മക്കൾക്ക് അത് പ്രത്യേക ഒരു സന്തോഷമാണ് കേട്ടോ. ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ലത് എൻ്റെ കൈ വെച്ച് ഉണ്ടാക്കി കൊടുക്കുന്നതിന് അവർക്ക് വേറൊരു ഇഷ്ടമാണ്. അപ്പോൾ ഞാനോർത്ത് എൻ്റെ കൈ വെച്ച് തന്നെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. ഒത്തിരി സമയമുണ്ട്. പെട്ടെന്ന് മക്കൾ വരുന്നതിന് മുമ്പ് എല്ലാം ചെയ്ത് തീർക്കണം. അവർ 4:45 വരും. അതിന് മുമ്പ് എല്ലാം ചെയ്യണമെന്ന് വിചാരിച്ച് പെട്ടെന്ന് ചെയ്യുകയാണ് സവാള വടയൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഉസ്താദിൻ്റെ പ്രസംഗവും കേട്ട് ഇങ്ങനെ സവാളവടയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ഈ അടുത്ത കടലമാവ് എടുത്ത് ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടി ബ്രെഡ് മുക്കി മായും ഒക്കെ പൊരിക്കുകയാണ് കേട്ടോ പെട്ടെന്ന്. അപ്പം അതിനകത്ത് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത്, കാരണം എന്താ അപ്പോൾ ഒരു മധുരം ഉണ്ടാക്കി മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. അപ്പോൾ അങ്ങനെ എല്ലാം ഉണ്ടാക്കി വെച്ചു. പിന്നെ ഞാൻ മുട്ട ബജ്ജിയും കൂടെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ മുട്ടയൊക്കെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം റെഡിയായിട്ട് വന്നു. പിന്നെ അങ്ങനെ ബ്രെഡൊക്കെ ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും നമ്മൾ വെറൈറ്റി സാധനങ്ങൾ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാമെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമല്ലേ. അവരെല്ലാം നോമ്പ് പിടിക്കുന്നതല്ലേ. അപ്പോൾ മക്കൾക്ക് അത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ മുട്ടയൊക്കെ കട്ട് ചെയ്ത് വെച്ചപ്പോൾ ഞാൻ അതിനകത്ത് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കേട്ടോ, കളറ് വരാൻ വേണ്ടിയാണ് ചേർത്തത്. അങ്ങനെ ചേർത്ത് എല്ലാം പെട്ടെന്ന് തന്നെ ഞാൻ മുട്ട ബജ്ജിയൊക്കെ ഉണ്ടാക്കി പെട്ടെന്നെല്ലാം ഉണ്ടാക്കി കേട്ടോ. നേരത്തെ വന്ന കാരണം എല്ലാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കി. മക്കളുടെ സന്തോഷമാണല്ലോ നമ്മുടെ സന്തോഷം. മക്കൾ ഞാൻ നോമ്പ് പിടിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊന്നും ഇത്ര ഐറ്റംസ് ഒന്നും ഞാൻ ഉണ്ടാക്കുകയൊന്നും ചെയ്യത്തില്ല കേട്ടോ. ഞാൻ അങ്ങനെ ഒന്നും ഉണ്ടാക്കി കഴിക്കത്തൊന്നുമില്ല. മക്കൾ നോമ്പ് പിടിക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാം ഉണ്ടാക്കി കൊടുക്കാനും അതുപോലെ തന്നെ അവർക്ക് ഓരോന്ന് വാങ്ങിച്ചു കൊടുക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവരെല്ലാം നോമ്പും പിടിക്കുന്നതല്ലേ. 30 നോമ്പും വെക്കും എൻ്റെ മക്കൾ കേട്ടോ. അങ്ങനെ പാലൊക്കെ കാച്ചാൻ വെച്ചു. പിന്നെ ഞാനോടത്ത് പുട്ട് വേണമെന്ന് പറഞ്ഞു. ഇന്ന് ഒരാൾ എന്നോട് ഇന്ന് പുട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾക്ക് വേണ്ടി ഞാൻ പുട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നനച്ച് വെക്കാം. ഇപ്പോഴേ നനച്ച് വെച്ചാൽ രാത്രി ഉണ്ടാക്കും പെട്ടെന്ന് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അങ്ങനെ പിന്നെ വാട്ടർമെലൺ ജ്യൂസ് അടിച്ചു. പിന്നെ ആപ്പിളും പിന്നെ വാട്ടർമെലനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചു. എല്ലാം ഫ്രൂട്ട്സൊക്കെ പെട്ടെന്ന് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കുന്നതിന് മുമ്പ് തന്നെ ടേബിളിൻ്റെ മുന്നിൽ എല്ലാം കൊണ്ടുവച്ചിട്ട് കുറച്ച് നേരം ദുആ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് എല്ലാം കട്ട് ചെയ്ത് വെച്ചു. അങ്ങനെ പിന്നെ ഞാൻ കഞ്ഞിയൊക്കെ ഒന്ന് ഒഴിച്ചു വെച്ചു. ഭയങ്കര ചൂടായിരുന്നു കഞ്ഞിക്ക്. അപ്പോൾ ചൂടൊക്കെ മാറട്ടെന്ന് പറഞ്ഞൊന്ന് ഒഴിച്ചു വെച്ചു. പിന്നെ ഞാൻ തിരി കത്തിക്കാൻ മറന്നുപോയി ഇന്ന് കേട്ടോ. തിരി കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, നേരത്തെ കത്തിച്ചായിരുന്നു. പിന്നെ ഈ സമയത്ത് കത്തിക്കും മഗ്‌രിബിൻ്റെ സമയത്ത് കത്തിക്കാൻ മറന്നുപോയി. പിന്നെ ഒരു തിരിയും കത്തിച്ച് വെച്ചു. അങ്ങനെ ബ്രെഡൊക്കെ റെഡിയായി. പിന്നെ അതെല്ലാം ഞാനൊന്ന് പ്ലേറ്റിനകത്തൊന്ന് അടുക്കി എല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം പിന്നെ നമ്മളെല്ലാം ടേബിളിൽ കൊണ്ട് വെക്കണമല്ലോ. അപ്പം ജ്യൂസൊക്കെ ഐസ് കട്ട ഇട്ട് കസകസൊക്കെ ഇട്ട് വെച്ചു കേട്ടോ. അങ്ങനെ ജ്യൂസൊക്കെ ഒഴിച്ചൊന്ന് സെറ്റാക്കി. പിന്നെ നമുക്ക് ഈ ഈവനിങ്ങിലാകുമ്പോൾ ഈ നോമ്പ് തുറക്കുന്ന ഒരു സമയമാകുമ്പോൾ ഒരു പ്രത്യേക ടെൻഷനും പെട്ടെന്നെല്ലാം റെഡിയാക്കാനുള്ള ഇതാണ്. പിന്നെ ചമ്മന്തി ഉണ്ടാക്കി എന്തിനാ അറിയാം, പച്ചമുളക് ഇട്ട് നമ്മുടെ പക്കാടയുടെ കൂടെ സവാള വടയുടെ കൂടെ കഴിക്കാനാണ്. അങ്ങനെ ഞാൻ ഒരാൾക്ക് വേണ്ടി മാത്രം പുട്ടും ചിക്കൻ കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഒരാൾക്ക് കടലക്കറി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പേര് പറയുന്നില്ല കേട്ടോ, ആരാന്നുള്ളത് ഈ വീഡിയോ കാണുമ്പോൾ അയാൾക്ക് മനസ്സിലാവും സംഭവം. അങ്ങനെ പിന്നെ ഞാൻ എന്താണ് കഞ്ഞിയൊക്കെ എടുത്തുകൊണ്ട് ടേബിളിൻ്റെ പുറത്ത് കൊണ്ട് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ വാട്ടർമെലൺ ജ്യൂസൊക്കെ കൊണ്ടുവച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ പുട്ടും കടലക്കറി ഉണ്ടാക്കിയ ആൾ ഇതുവരെ വന്നില്ല. അയാൾക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. അപ്പോൾ അയാൾ ഇന്നലെ എന്നോട് പറഞ്ഞു എനിക്ക് പുട്ടും കടലക്കറി ഇഷ്ടമാണ്, അത് കഴിക്കാൻ ആഗ്രഹമാണെന്ന് പറഞ്ഞത് കാരണം ഞാൻ ഇന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ വീഡിയോയിലൂടെ പറയുമ്പോൾ എന്നെ ഇന്ന് ശരിയാക്കുമെന്ന് തോന്നുന്നു. ഫാദിക്കുട്ടനാണ് ഇതിൻ്റെ ആൾ കേട്ടോ. അതിന് വേണ്ടി ഉണ്ടാക്കിയതാണ് പുട്ടും കടലും. ഞങ്ങൾ പുട്ടും ചിക്കൻ കറി, അവർ ചിക്കൻ കറി വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും നോമ്പ് തുറന്നതിന് ശേഷം പിന്നെ ഖുർആനൊക്കെ ഓതി. ഞാൻ ഓതിക്കൊണ്ടിരുന്നപ്പോൾ അമ്മ ഇരുന്ന് പഠിക്കുകയാണ് കേട്ടോ. പിന്നെ അതിനുശേഷം പിന്നെ അവൻ്റെ ഫേവറേറ്റായ പുട്ടും കടലക്കറി ഉണ്ടാക്കിയ ഉടനെ അവർ ഉമ്മായ വീഡിയോ കോളൊക്കെ ചെയ്ത് കാണിച്ചു കൊടുത്തിട്ട് ഉമ്മ ഇവിടെ ഇല്ല. അങ്ങനെ അതെല്ലാം ഫുഡൊക്കെ കഴിച്ച് അൽഹംദുലില്ലാ റാഹത്തായിട്ട് അവൻ പോവുകയാണ് കേട്ടോ.
അങ്ങനെ പോകുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുക്കുമ്പോൾ ഭയങ്കര രസമാണ്. പക്ഷേ അങ്ങനെ കോമഡി അതിന് വേണ്ടി ഞാൻ എടുക്കുന്നതാണ് കേട്ടോ. അങ്ങനെ അവൻ പോയതിന് ശേഷം അക്കും അമ്മവും കൂടെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അവർക്ക് എന്തൊക്കെയോ പ്രോജക്റ്റ് വർക്കൊക്കെ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ വാങ്ങിക്കാൻ പോയി. അങ്ങനെ പോയി രണ്ടുപേരുടെ വാങ്ങിച്ചിട്ട് വന്ന് അമ്മ ഇരുന്ന് എന്തൊക്കെയോ എഴുതുകയാണ് കേട്ടോ. അസൈൻമെൻറ്റും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ എഴുതുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തുന്നില്ല. ഞാൻ ഖുർആൻ ഇപ്പുറത്തിരുന്ന് ഓതുകയാണ്, അമ്മ അപ്പുറത്തിരുന്ന് എഴുതുകയാണ്. പിന്നെ അക്കുവാണെങ്കിൽ കുറേ പുതിയ ഷൂ മേടിച്ചത് കാരണം എൻ്റെ കാലിട്ട് ഇങ്ങനെ നോക്കുകയാണ്, ഉമ്മയുടെ കാല് സൈസ് കറക്റ്റാണോ. അപ്പോൾ അമ്മ ആണെങ്കിൽ പള്ളി ത്രാവി നിസ്കരിക്കാൻ പോവുകയാണേ. അപ്പോൾ ഹിജാബ് അവിടെ പോയാണ് കുത്തുന്നത്, ഇവിടുന്ന് കുത്തത്തില്ല, അവിടെ പോയി കുത്തും. അതിന് എൻ്റെ കയ്യിൽ ഉമ്മ തരാൻ മറന്നുപോയത് കാരണം തിരിച്ച് വന്ന് ഉമ്മ വന്നിട്ട് പോവാണ്. പിന്നെ അത് കഴിഞ്ഞാണ് അക്കൂട്ടം പോകുന്നത്. അമ്മ പോയതിന് ശേഷം കുറച്ച് കഴിഞ്ഞാണ് അക്കൂട്ടം പോയത്. അക്കൂട്ടം എൻ്റെ കൂടെ കഥയും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. അക്കൂട്ടൻ്റെ ഡാൻസും പാട്ടൊക്കെ ഇടയ്ക്ക് വരും. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഞങ്ങൾക്ക് വേണ്ടിയുള്ള പുട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. ഇക്ക വരാൻ ടൈമായപ്പോൾ 10:30 ആയപ്പോഴാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ പുട്ടും ചിക്കൻ കറിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും തന്നെ മറന്നു പോകരുത്. ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നവരെ ബൈ ബൈ. താങ്ക്